ഹായ് ഗായ്സ്, ഞാനാണെങ്കിൽ ഇങ്ങനെ കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സൊക്കെ കയറി കമൻറ്റൊക്കെ വായിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പോഴും ഈ റഫ്ന ഷക്കീൽ ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഈ പുള്ളിക്കാരി 2-3 ദിവസം കൊണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനാണ് ഉള്ളതാണല്ലോ. എൻ്റെ ചാനൽ ആദ്യം തൊട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഇതുവരെ നെഗറ്റീവ് കമൻറ്റ് എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ റിയാക്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ബിക്കോസ് പോസിറ്റീവ്സ് ആണെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും ഇടാനുള്ളതാണ് കമൻറ്റ് ബോക്സ്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പുള്ളിക്കാരത്തി വന്നിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുന്നു. അയ്യോ, ഹസ്ബൻഡിനെ കൊണ്ടാണോ കുക്ക് ചെയ്യിപ്പിക്കുന്നത്? പിന്നെ അയ്യോ പാവം ചെക്കൻ, അതിനെ കൊല്ലാൻ നോക്കുക എന്നൊക്കെ പറയുന്ന ഇതിപ്പോൾ 2026 ആയി. ഞാനും എൻ്റെ ഹസ്ബൻഡും അങ്ങനെയാണ്. ഇക്കാക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തു കൊടുക്കും, ഞാൻ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇക്ക ചെയ്തു തരും. ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കുക്ക് ചെയ്യും. ഒരാൾ ഓക്കെ എങ്കിൽ ഒരാൾ കുക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇതിപ്പം അങ്ങനെയൊന്നുമല്ല. ഇക്കാക്ക് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്, സോ ഇക്ക കുക്ക് ചെയ്യും. അപ്പോൾ ഇത് മാത്രമല്ല പ്രശ്നം. എൻ്റെ ബന്ധുക്കാർ ക്രിസ്ത്യനാണോ, മുസ്ലിമാണോ, ഹിന്ദു ആണോ എന്നൊക്കെ ഈ പുള്ളിക്കാരത്തേക്ക് അറിയണം. അതേപോലെ തന്നെ പല കാര്യങ്ങൾ ഈ പുള്ളിക്കാരത്തി വന്ന് കമൻറ്റ് ബോക്സിലിടും. ഓരോ വീഡിയോയിലും ഓരോ കമൻറ്റാണ്. എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല പറയാൻ വേണ്ടി. അപ്പം ഞാൻ പറയാനുള്ളത്, ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ്, ഇത്താത്താൻ്റെ ഇഷ്ടത്തിലല്ല. ഇത്താടെ പേര് റഫ്ന ഇത്താടെ ഇഷ്ടത്തിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. പിന്നെ ഇപ്പോൾ 2026 ആയി. ഭർത്താവ് കുക്ക് ചെയ്യുന്നത് ഇത്താടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും. ഭർത്താവിനെ കൊണ്ട് ഇത്ത കുക്ക് ചെയ്യിപ്പിക്കത്തില്ലായിരിക്കും. പക്ഷെ അത് ഇത്താണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഭർത്താവിന് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്നേഹമാണ്. സ്നേഹം വരുമ്പോൾ കുക്ക് ചെയ്ത് കൊടുക്കും, അല്ലാതെ ഒരു കടമയല്ല, ഒരു റെസ്പോൺസിബിലിറ്റി അല്ല. സ്നേഹം വരുമ്പോൾ കുക്ക് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ എന്നോട് തിരിച്ച് സ്നേഹം വരുമ്പോൾ എനിക്കും കുക്ക് ചെയ്ത് തരും. അങ്ങനെയാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. ഇത്താടെ വീട്ടിൽ അങ്ങനെ അല്ലായിരിക്കും. അത് ഇത്താടെ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ വരുന്നില്ല. അത് ഇത്താടെ ഇഷ്ടം. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ജീവിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടം. സോ ഇമ്മാതിരി കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇടാൻ പറ്റത്തില്ല. എനിക്ക് വേണമെങ്കിൽ ഇത്തായെ കയറി ഹൈഡ് ചെയ്ത് കളയാം. ഞാൻ വന്ന് പറഞ്ഞത് ഇത്തായെ പോലെ ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ബൈ. ഞാൻ കമൻറ്റ് റിപ്ലൈ എന്നിട്ട് റിപ്ലൈ തരുന്നില്ല, കാണുന്ന പോലും ഇല്ലാത്ത രീതിയിൽ. ഞാനത് റിപ്ലൈ തരുമ്പം ഞാൻ റിപ്ലൈ തന്നെന്നുള്ള രീതിയിൽ വീണ്ടും 2-3 കമൻറ്റ് ഇടുവാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. അപ്പം